ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 16/2/1988. മുരളി ഡേറ്റ് ആണ് 18/7/2021. അവ്യക്ത മഹാവാക്യത്തിൻ്റെ പ്രധാന സാരമാണ് സദാ ഉത്സാഹമേ റഹ്കർ ഉത്സവ് മനാവോ. സദാ ഉത്സാഹത്തിലിരുന്നു കൊണ്ട് उत्सवम आघोषिक्यो. आज विश्वेश्वर बाप अपने विश्व की श्रेष्ठ रचना व श्रेष्ठ आदि रत्नों से अति स्नेही और समीप बच्चों से मिलन मनाने आए हैं. ഇന്ന് വിശ്വേശ്വരനായിരിക്കുന്ന ബാബ തൻ്റെ വിശ്വത്തിൻ്റെ ശ്രേഷ്ഠ രചന അഥവാ ശ്രേഷ്ഠ ആദിരത്നങ്ങൾക്കൊപ്പം അതിസ്നേഹത്തിൻ്റെയും സമീപമായ മക്കളോടൊപ്പം മിലനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. വിശ്വേശ്വർ ബാപ്പ് കെ ബच्चे तो വിശ്വ की സർവ ആത്മായേ ഹെ. വിശ്വേശ്വരനായിരിക്കുന്ന ബാബയ്ക്ക് ലോകത്തിലുള്ള സർവ ആത്മാക്കളും കുട്ടികൾ തന്നെയാണ്. ലേക്കിൻ ബ്രാഹ്മൺ ആത്മായെ അതി സ്നേഹി സമീപ് കി ആത്മായേ ഹെ. അതിലും വിശേഷമായി ബ്രാഹ്മണ ആത്മാക്കളാണ് ബാബയുടെ അതിസ്നേഹിയും സമീപമുള്ള ആത്മാക്കൾ. ക്യോങ്കി ബ്രാഹ്മൺ ആത്മായെ ആദി രചന ഹെ. കാരണം വിശ്വേശ്വരനായിരിക്കുന്ന ബാബയുടെ ആദി രചനയാണ് ബ്രാഹ്മണ ആത്മാക്കൾ. ബാപ് കെ സാത്ത് സാത്ത് ब्राह्मण आत्माएं भी ब्राह्मण जीवन में अवतरित हो बाप के कार्य में सहयोगी आत्माएं बनती हैं. ബാബയോടൊപ്പം തന്നെ ബ്രാഹ്മണ ആത്മാക്കളും കൂടി ബ്രാഹ്മണ ജീവിതത്തിൽ അവതരിക്കപ്പെട്ട് ബാബയുടെ കാര്യത്തിൽ സഹയോഗികളായിരിക്കുന്ന ആത്മാക്കളാണ്. इसलिए बाप दादा आज के दिन बच्चों का ब्राह्मण जीवन के अवतरण का जन्मदिन मनाने आए हैं. അതിനാൽ തന്നെ ബാപ് ദാദ ഇന്നത്തെ ഈ ദിനം മക്കളുടെ അതായത് ബ്രാഹ്മണ ആത്മാക്കളുടെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അവതരണത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. बच्चे बाप का जन्मदिन मनाने के लिए उमंग उत्साह से खुशी में नाच रहे हैं. ഇവിടെ ബ്രാഹ്മണ കുട്ടികൾ ബാബയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിനായി വളരെയധികം ഉത്സാഹത്തിലും ഉന്മേഷത്തിലും സന്തോഷത്താൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. लेकिन बाप दादा बच्चों के इस ब्राह्मण जीवन को देख स्नेह और सहयोग में बाप के साथ साथ हर कार्य में हिम्मत से आगे बढ़ते हुए देख हर्षित हो रहे हैं. പക്ഷേ ബാപ് ദാദ മക്കളുടെ ഈ ബ്രാഹ്മണ ജീവിതത്തെ കണ്ട് അവരുടെ സ്നേഹത്തിൻ്റെയും അതുപോലെ സഹയോഗത്തിൻ്റെയും ബാപ്ദാദയുടെ ഓരോ കാര്യത്തിലും ധൈര്യത്തോടെ മുന്നേറുന്നത് കണ്ട് വളരെയധികം ഹർഷിതനായിക്കൊണ്ടിരിക്കുന്നു. तो आप बाप दादा का बर्थडे मनाते हो और बाप बच्चों का बर्थडे मनाते. അപ്പം ഇവിടെ നിങ്ങൾ കുട്ടികൾ ബാപ്ദാദയുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ബാബ തൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആപ്പ് ബ്രാഹ്മണോ കാ ബി ബർത്ത്ഡേ ഹേന. ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകതയാണ് ബാബയുടെ ബർത്ത്ഡേ ആണ്. അതിനോടൊപ്പം തന്നെ മക്കളുടെയും കൂടി ബ്രാഹ്മണ കുട്ടികളുടെയും ബർത്ത്ഡേ ആണ്. तो सभी को बाप दादा जगदम्बा और सर्व आपके साथी एडवांस पार्टी के विशेष श्रेष्ठ आत्माओं सहित आपके अलौकिक ब्राह्मण जन्म की स्नेह से सुनहरी पुष्पों की वर्षा सहित मुबारक हो मुबारक हो. അപ്പോൾ ഇന്നത്തെ ദിനം
എല്ലാവർക്കുമായി ബാബ്ദാദ വിശേഷമായി ജഗദംബയും അവർക്കൊപ്പം തന്നെ എല്ലാ അഡ്വാൻസ് പാർട്ടിയിൽ പോയിരിക്കുന്ന വിശേഷ ശ്രേഷ്ഠ ആത്മാക്കൾ ഉൾപ്പെടെ താങ്കളുടെ അലൗകിക ബ്രാഹ്മണ ജന്മത്തിൻ്റെ സ്നേഹത്താലും സുവർണ പുഷ്പങ്ങളുടെ മഴ പെയ്യിപ്പിക്കുന്നതിലൂടെ ആശംസകൾ നേരുകയാണ്. ദിൽ കി മുബാരക്. ബാബ്ദാദ പറയുന്നു, ഇത് ബാബയുടെ ഹൃദയത്തിൻ്റെ ആശംസകളാണ്. സിർ മുഖ് കി മുബാരക് നഹി, കേവലം വാക്കുകൾ കൊണ്ടുള്ള ആശംസകളല്ല. ലേക്കിൻ ദിലാറാം ബാബ് കെ ദിൽ കി മുബാരക് സർവശ്രേഷ്ഠ ആത്മാओं को चाहे सम्मुख बैठे हैं चाहे मन से बाप के सम्मुख. എന്നാൽ ഇത് ഹൃദയരാമനായിരിക്കുന്ന ബാബയുടെ ഹൃദയത്തിൻ്റെ മുബാരക്ക് അഥവാ ആശംസകളാണ്. അതും സർവശ്രേഷ്ഠ ആത്മാക്കൾക്കുള്ളത്. അവരെ ബാബയുടെ സന്മുഖത്തിൽ വന്നിരിക്കുന്ന കുട്ടികളായിരിക്കാം, അതോ മനസ്സുകൊണ്ട് ബാബയുടെ സമീപം അതോ സമ്മുഖത്തിൽ എത്തിയിരിക്കുന്ന 4 ദിക്കുകളിൽ നിന്നും വന്ന കുട്ടികൾക്ക് ആശംസകൾ നേരുകയാണ്. आज के दिन भक्त आत्माओं के पास बाप के बिंदु रूप की विशेष स्मृति रहती है. അപ്പം ഇന്നത്തെ ഈ ദിനം ഭക്താത്മാക്കളുടെ അരികിലാണെങ്കിൽ ബാബയുടെ ബിന്ദു രൂപത്തിൻ്റെ വിശേഷ സ്മൃതിയാണ് ഉണ്ടാവുക. शिव जयंती व शिवरात्रि कोई साकार रूप का यादगार नहीं. ബാബ്ദാദ പറയുന്നു, ശിവജയന്തി അഥവാ ശിവരാത്രി ഇത് സാകാര രൂപത്തിൻ്റെ സ്മാരകമല്ല. लेकिन निराकार बाप ज्योति बिंदु जिसको शिवलिंग के रूप में पूजते उस बिंदु का महत्व है. എന്നാൽ നിരാകാര ബാബ അതായത് ജ്യോതിർബിന്ദു ആയിരിക്കുന്നത് അവരുടെ ശിവലിംഗ രൂപത്തിലാണ് വിശേഷമായും ഇന്ന് പൂജ നടക്കുക. അപ്പം ഇന്നത്തെ ദിനം ബിന്ദു രൂപത്തിനാണ് മഹത്വമുള്ളത്. आप सभी के दिल में भी बाप के बिंदु रूप की स्मृति सदा रहती है. നിങ്ങൾ കുട്ടികളുടെ ഹൃദയത്തിലും ബാബയുടെ ബിന്ദു രൂപത്തിൻ്റെ സ്മൃതിയാണ് സദാ ഉണ്ടായിരിക്കുന്നത്. तो आप भी बिंदु और बाप भी बिंदु को आज के दिन भारत में हर एक भक्त आत्मा के अंदर विशेष बिंदु रूप का महत्व रहता. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുട്ടികളും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. അപ്പം ഇന്നത്തെ ദിനം മുഴുവൻ ഭാരതത്തിലുള്ള ഭക്തരുടെ സ്മൃതിയിലും ആ ആത്മാക്കളുടെ ഉള്ളിലും വിശേഷമായും ബിന്ദു രൂപത്തിനാണ് മഹത്വമുണ്ടാവുക. ബിന്ദു ജിത്നാ ഹി സൂക്ഷ്മ ഹേ ഉത്തനാ ഹി ശക്തിശാലി ഹെ. ബിന്ദു എത്രമാത്രം സൂക്ഷ്മമാണോ അത്ര തന്നെ ശക്തിശാലിയുമാണ്. इसलिए बिंदु को ही शक्तियों के गुणों के ज्ञान के सिंधु कहा जाता. അതുകൊണ്ട് ബിന്ദു ബാബയെ തന്നെയാണ് ശക്തികളുടെയും ഗുണങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും സിന്ധു അഥവാ സാഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. तो आज सभी बच्चों के दिल में जन्मदिन की विशेष उत्साह की लहर बाप दादा के पास अमृत वेले से ही पहुंच रही है. അപ്പം ഇന്ന് എല്ലാ മക്കളുടെ മനസ്സിൻ്റെ ജന്മദിനത്തിൻ്റെ വിശേഷമായ ആ ഒരു ഉത്സാഹത്തിൻ്റെ അലകൾ ബാബ്ദാദയുടെ പക്കൽ അമൃത് വേള മുതൽ തന്നെ എത്തിച്ചേർന്നു. जैसे आप बच्चों ने विशेष सेवा अर्थ व स्नेह स्वरूप बन बाप का झंडा लहराया. ബാബ ने कौन सा झंडा लहराया? ഏതുപോലെ നിങ്ങൾ കുട്ടികൾ വിശേഷമായും സേവാർത്ഥവും സ്നേഹസ്വരൂപത്തിൻ്റെ പ്രതീകമായി ബാബയുടെ കൊടിയെ പറപ്പിച്ചു അഥവാ കൊടി ഉയർത്തി. എന്നാൽ ബാബ എന്ത് കൊടിയായിരിക്കും ഉയർത്തിയിട്ടുണ്ടാവുക? ആപ് സബീനെ തോ ശിവ ബാബ ക झंडा ലഹറായ. നിങ്ങൾ എല്ലാ കുട്ടികളും ബാബയുടെ കൊടിയെ ഉയർത്തി അതിനെ പറപ്പിച്ചു. ബാബ് ക്യാ യേ झंडा ലഹറായെങ്കിൽ ബാബ എന്ത് കൊടിയായിരിക്കും ഉയർത്തിയിട്ടുണ്ടാവുക?
ബാബയും ബാബയുടെ തന്നെ കൊടി ആയിരിക്കുമോ ഉയർത്തിയിട്ടുള്ളത്? ये सेवा के साकार रूप की जिम्मेवारी बच्चों को दी है. ബാബയുടെ കൊടി പാറിപ്പറപ്പിക്കുക, ഉയർത്താനുള്ള ആ ഒരു സാകാര രൂപത്തിലുള്ള സേവനത്തിൻ്റെ ഉത്തരവാദിത്വം മക്കളെയാണ് ബാബ ഏൽപ്പിച്ചിരിക്കുന്നത്. ബാബാനെ ബി ജണ്ട ലഹറായ ലേക്കിൻ കൗൺസ. ഇവിടെ ബാബയും കൊടി ഉയർത്തി, എന്നാൽ എന്ത് കൊടിയായിരുന്നു? और कहाँ लहराया? ബാബ എവിടെയാണ് കൊടി ഉയർത്തിയത്? बाप दादा ने अपने दिल में सभी बच्चों की विशेषताओं के स्नेह का झंडा लहराया. ബാപ് ദാദ തൻ്റെ ഹൃദയത്തിലാണ് സർവ മക്കളുടെയും വിശേഷതകളുടെ സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തിയത്. കിത്തനെ ജണ്ട ലഹറായേ ഹോങ്കെ? അപ്പോൾ എത്രമാത്രം കൊടികളായിരിക്കും ഉയർത്തിയിട്ടുണ്ടാവുക? ഇസ് ദുനിയാമേ ഇത്തനെ ജണ്ടേ കൊയ് ലഹറാ നഹീ സക്തി. ബാബ തൻ്റെ ഹൃദയത്തിൽ എത്രയാണോ കൊടികൾ ഉയർത്തിയത്, അത്രയധികം കൊടികൾ ഈ ലോകത്തിൽ ആർക്കും തന്നെ ഉയർത്താൻ സാധ്യമല്ല. കിത്തന സുന്ദർ ദൃശ്യ ഹോഗ. അതെത്രമാത്രം സുന്ദരമായ മനോഹരമായ ദൃശ്യമായിരിക്കാം. एक एक बच्चे की विशेषता का झंडा बाप दादा के दिल में लहरा रहा है. ഓരോരോ കുട്ടികളുടെ വിശേഷതയുടെ കൊടിയാണ് ബാബയുടെ ഹൃദയത്തിൽ പാറിപ്പറക്കുന്നത്. സിർഫ് ആപ് സബ്നെ झंडा नहीं लहराया लेकिन बाप दादा ने भी लहराया. കേവലം നിങ്ങൾ കുട്ടികൾ മാത്രമല്ല ഇന്നത്തെ ഈ ദിനത്തിൽ ബാബയുടെ കൊടി ഉയർത്തിയത്. ബാപ്ദാദ പറയാണ്, ഞാനും കൊടി ഉയർത്തി. യേ ജണ്ട ലഹറാത്തി ഹോ തോ സമയ ക്യാ ഹോത്താ ഹേ? മക്കൾ എപ്പോഴാണോ കൊടി ഉയർത്തുന്നത് അപ്പോഴെന്താ സംഭവിക്കുക? ഫൂലോं की വർഷ അല്ലേ? കൊടികൾ ഉയർത്തുമ്പോൾ മുകളിൽ നിന്നും പൂക്കളുടെ വർഷ ഉണ്ടാകുന്നു. ബാപ്ദാദ ബി ജബ് ബच्चों की विशेषता का स्नेह का झंडा लहराते तो कौन सी वर्षा होती है? ഇപ്പോൾ ബാപ്ദാദ എപ്പോഴാണോ തൻ്റെ ഹൃദയത്തിൽ മക്കളുടെ വിശേഷതകളുടെ സ്നേഹത്തിൻ്റെ കൊടി ഉയർത്തിയത് അപ്പോഴെന്ത് മഴയായിരിക്കും അഥവാ എന്തായിരിക്കും വർഷിച്ചിട്ടുണ്ടാവുക? ഹരേക്ക് ബച്ചേക്ക് ഊപ്പർ അവിനാശി ഭവ്, അമർ ഭവ്, അചൽ അഡോൽ ഭവ് ഇൻ വരദാനോं की वर्षा होती है. അപ്പോൾ ഓരോ കുട്ടികളുടെയും മുകളിലേക്ക് ബാബയുടെ ഹൃദയത്തിൽ മക്കളുടെ വിശേഷതകളുടെ സ്നേഹത്തിൻ്റെ ആ കൊടി ഉയർത്തിയപ്പോൾ ഓരോ മക്കളുടെ മുകളിലും അവിനാശി ഭവ, അമര ഭവ, അജലരും അജഞ്ചലരുമായി ഭവിക്കൂ എന്ന വരദാനത്തിൻ്റെ മഴയായിരുന്നു, അതോ പൂക്കളായിരുന്നു വർഷിച്ചത്. ये वरदान ही बाप दादा के अविनाशी अलौकिक पुष्प है. ഈ വരദാനങ്ങൾ തന്നെയാണ് ബാപ്ദാദയുടെ അവിനാശിയായിരിക്കുന്ന അലൗകികമായ പൂക്കൾ. ബാപ്ദാദ को इस अवतरण दिवस की अर्थात शिव जयंती दिवस की बच्चों से भी ज़्यादा खुशी है. खुशी में खुशी है. ബാപ്ദാദയ്ക്ക് ഈ ഒരു അവതരണ ദിവസത്തിൻ്റെ, അതായത് ശിവജയന്തിയുടെ ദിവസത്തിൻ്റെ ഈ ഒരു ദിനത്തിൽ മക്കളെക്കാളും കൂടുതൽ സന്തോഷമാണ്. സന്തോഷത്തിന്മേൽ സന്തോഷം. क्योंकि ये अवतरण का दिवस हर वर्ष यादगार तो मनाती है. കാരണം ഈ ഒരു അവതരണ ദിനത്തിൻ്റെ സ്മാരകമായി എല്ലാ വർഷവും ആഘോഷങ്ങളുണ്ട്. लेकिन जब बाप का साकार ब्रह्मा तन में अवतरण होता है, എന്നാൽ എപ്പോഴാണോ സാകാരത്തിൽ ബാബയുടെ അവതരണം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നടക്കുന്നത്, तो बाप दादा को इसमें भी विशेष, അതിൽ ബാപ്ദാദയ്ക്ക് വിശേഷമായും ശിവ ബാബയ്ക്ക് വിശേഷ इस बात की खुशी रहती. പ്രത്യേകിച്ചും ശിവബാബയ്ക്ക് ഈ ഒറ്റ കാര്യത്തിൽ സന്തോഷമുണ്ടാകാറുണ്ട്. കിത്തനെ സമയ से अपने समीप स्नेही बच्चों से अलग परंदा में रहते. എത്ര കാലങ്ങളിൽ നിന്നും
തൻ്റെ സമീപവും സ്നേഹികളായ കുട്ടികളിൽ നിന്നാണ് അകന്ന് പരംധാമത്തിൽ വസിച്ചത്. चाहे परमधाम में आत्माएं रहते भी हैं, लेकिन जो पहली रचना की आत्माएं हैं. പരംധാമത്തിൽ ശരി തന്നെയാണ് സർവാത്മാക്കളും വസിക്കുന്നു. എന്നിരുന്നാലും ആദ്യ രചനയായിരിക്കുന്ന ആത്മാക്കൾ ജോ ബാബ് സമാൻ ബന്നെ വാലി സേവാക്കെ സാത്തി ആത്മായി, അതും ബാബയ്ക്ക് സമാനരായി മാറുന്ന ബാബയുടെ സേവാ കൂട്ടുകാരായിരിക്കുന്ന ആത്മാക്കൾ वो कितने समय के बाद अवतरित होने से फिर से आकर मिलती है. അവർ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അവതരിക്കപ്പെട്ട് വീണ്ടും ബാബയുമായി കണ്ടുമുട്ടുന്നത്. കിത്തനെ സമയ്ക്ക് ബിച്ചടി ഹുയി ശ്രേഷ്ഠ ആത്മായെ, എത്ര കാലങ്ങളിൽ നിന്നും വേർപെട്ടിരുന്ന ആത്മാക്കളാണ്, ശ്രേഷ്ഠ ആത്മാക്കളാണ് വീണ്ടും ബാബയുമായി മിലനം ചെയ്യുന്നത്. अगर कोई अति स्नेही बिछड़ा हुआ मिल जाए तो खुशी में विशेष खुशी होगी ना. എപ്പോഴാണോ അതിസ്നേഹിയായിരിക്കുന്നവർ അകന്നു പോയി വീണ്ടും കണ്ടുമുട്ടുന്നത്, അവരിൽ എത്രമാത്രം സ്നേഹം, അത് എത്രമാത്രം സന്തോഷം ഉണ്ടാകും. അവതരൺ ദിവസ് അർത്ഥാത് അപ്പനി ആദി രചന സെ ഫിർ സെ മിൽന. അതുകൊണ്ട് ബാബ്ദാദ പറയാണ്, ഈ ഒരു അവതരണ ദിവസം എന്നതിൻ്റെ അർത്ഥം തന്നെയാണ് തൻ്റെ ആദി രചനകളോട് വീണ്ടും മിലനം ചെയ്യുക, അഥവാ ആദി രചനയുമായി വീണ്ടും കണ്ടുമുട്ടുക. आप सोचेंगे हमें बाप मिला और बाबा कहते हमें बच्चे मिले. ബാബ്ദാദ പറയണ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് ബാബയെ നമുക്ക് ലഭിച്ച ദിനമാണ്. അതേസമയം ബാബ ചിന്തിക്കുകയാണ് എനിക്കെൻ്റെ മക്കളെ കിട്ടിയ ദിനമാണ്. തോ ബാബ്കോ അപ്പനെ ആദി രചന പർ നാസ്. അതുകൊണ്ട് ബാബ്ദാദയ്ക്ക് തൻ്റെ ആദി രചനയിൽ വളരെയധികം അഭിമാനമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആപ് സബ് ആദി രചന ഹോന, നിങ്ങളെല്ലാവരും തന്നെ ആദി രചനകൾ തന്നെയല്ലേ. ക്ഷത്രിയത്വ നഹി ഹോന, അല്ലാതെ ക്ഷത്രിയരല്ലല്ലോ. സബി സൂര്യവംശി ആദി രചന ഹെ, എല്ലാവരും തന്നെ സൂര്യവംശികളായ ആദി രചനയാണ്. ബ്രാഹ്മൺ സോ ദേവത ബൻതേ ഹേന, ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരിൽ നിന്നും ദേവതയാകുന്നവരല്ലേ. തോ ബ്രാഹ്മൺ ആത്മായെ ആദി രചന ഹെ. അതുകൊണ്ട് ബ്രാഹ്മണ കുട്ടികളാണ് ആദി രചന. ആദി രചന തോ സബ് ഹെ, സാരേ വിശ്വ കി ആത്മായ രചന ഹെ. ആദി രചനകളാണ് എല്ലാവരും, മുഴുവൻ വിശ്വത്തിലുള്ള എല്ലാ ആത്മാക്കളും ബാബയുടെ രചനകൾ തന്നെ. ലേക്കിൻ ആപ്പ് അനാദി ഒരു ആദി രചന ഹോ, എന്നാൽ നിങ്ങൾ കുട്ടികൾ അനാദിയും ആദി രചനകളാണ്. തോ ഡബൽ നശ ഹേന, അതുകൊണ്ട് മക്കളിൽക്ക് എന്തുണ്ടാകണം, ഡബൽ ലഹരി ഉണ്ടായിരിക്കണം. അച്ഛ, ബാബ നമസ്തേ പറയുന്നു. सदा अनादि और आदि रचना के रूहानी नशे में रहने वाले, സദാ അനാദി പിന്നീട് ആദി രചനയുടെ ആത്മീയ ലഹരിയിൽ കഴിയുന്ന, സദാ ഹർ ഗഡി ഉത്സവ് സമാൻ മനാനെ വാലെ, ഓരോ നിമിഷത്തെയും സദാ ഉത്സവത്തിന് സമാനം ആഘോഷിക്കുന്ന, സദാ യാദോ സേവാക്കെ ഉത്സവമേ രഹനെ വാലെ, സദാ ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ഉത്സവത്തിലിരിക്കുന്ന, സദാ ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ഉത്സാഹത്തിൽ കഴിയുന്ന, സദാ മായാക്കി ഹർ പരിസ്ഥിതി കോ കേൽ സമജ് സാക്ഷി ഹോ ദേഖ്നെ വാലെ, സദാ മായയുടെ ഓരോ പരിതസ്ഥിതിയെയും കളിയുടെ രൂപത്തിൽ മനസ്സിലാക്കി സാക്ഷിയായി നോക്കിക്കാണുന്ന, സദാ ബാബ് കെ സാത്ത് ഹർ കദം മേ സാത്തി ബൻ ചലനെ വാലെ, സദാ ബാബയോടൊപ്പം ഓരോ ചുവടിലും കൂട്ടുകാരായി നടക്കുന്ന, ഐസേ സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവോ, അത്തരത്തിൽ സർവശ്രേഷ്ഠരായ ബ്രാഹ്മണ ആത്മാക്കൾക്ക് അലൗകിക് ജന്മ കി മുബാരക് കെ സാത്ത് സാത്ത് യാദ് പ്യാരോ നമസ്തേ, അലൗകിക ജന്മത്തിൻ്റെ ആശംസകളോടൊപ്പം തന്നെ സ്നേഹോർമ്മകളും നമസ്തയും. അതിസ്നേഹി
सभी दिल तक नशीन बच्चों को അതിസ്നേഹിയും ഹൃദയസിംഹാസനധാരികളായ എല്ലാ കുട്ടികൾക്കും പാവൻ ശിവജയന്തി കി പദം ഗുണ യാദ് പ്യാർ ഔർ മുബാരക്. പാവനമായ ശിവജയന്തിയുടെ 10 മടങ്ങ് സ്നേഹോർമ്മകളും ആശംസകളും. अच्छा वरदान, किसी की कमी कमजोरी को ना देख, ആരുടെയും കുറവുകളെയോ ബലഹീനതകളെയോ നോക്കാതെ अपने गुण व शक्तियों का सहयोग देने वाले മാസ്റ്റർ ദാതാ ഭവ്. തൻ്റെ ഗുണങ്ങളുടെയും ശക്തികളുടെയും സഹയോഗം നൽകുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കൂ. ആരുടെയും കുറവുകളെയും ബലഹീനതകളെയും നോക്കാതെ തൻ്റെ ഗുണങ്ങളുടെയും ശക്തികളുടെയും സഹയോഗം നൽകുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കൂ. विशदीकरण, मास्टर दाता वो है जो सदा इस रूहानी भावना में रहते कि सर्व रूहें हमारे समान वर्षे के अधिकारी बन जाए. മാസ്റ്റർ ദാതാവ് എന്ന് പറയുമ്പോൾ ആരാണോ സദാ ഈ ആത്മീയ ഭാവനയിലിരിക്കുന്നത്, അതായത് സർവ ആത്മാക്കളും എൻ്റെ സമാനം സർവ സ്വത്തിൻ്റെയും അധികാരിയാകണം. കിസി കി ബി കമി കംസോരി കോ നാ ദേക്ക്, ആരുടെയും കുറ്റവും കുറവുകളെ കാണാതെ വേ അപ്പനെ ധാരണ കിയേ ഹുയെ ഗുണോ കോ, അവർ തന്നിൽ ധാരണ ചെയ്തിരിക്കുന്ന ഗുണങ്ങളെയും ശക്തിയോ കാ സഹयोग ദേത്ത്, ശക്തികളുടെയും സഹയോഗം അവർക്ക് നൽകും. ये ऐसा है ही, इस भावना के बजाय मैं इसको भी बाप समान बनाऊं. ഇവർ ഇങ്ങനെ തന്നെയാണ് എന്ന ഭാവന വയ്ക്കുന്നതിന് പകരം ഇവരെയും ഞാൻ ബാബയ്ക്ക് സമാനമാക്കും. ഈ ശുഭഭാവന ഹോ, ഈ ശുഭഭാവന ഉണ്ടായിരിക്കണം. साथ साथ यही श्रेष्ठ कामना हो कि ये सर्व आत्माएं कंगाल दुखी अशांत से सदा शांत सुख रूप मालामाल बन जाए, तब कहेंगे मास्टर दाता. അതോടൊപ്പം തന്നെ ഈ ശ്രേഷ്ഠമായ കാമനയും ഉണ്ടായിരിക്കണം. അതായത് ഈ സർവ ആത്മാക്കളും ദരിദ്രരിൽ നിന്നും ദുഃഖിതരിൽ നിന്നും അശാന്തരിൽ നിന്നും സദാ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പന്ന സ്ഥിതി നേടണം. അപ്പോഴാണ് പറയുക മാസ്റ്റർ ദാത്ത. स्लोगन, मनसा वाचा कर्मणा सेवा करने वाला ही निरंतर सेवाधारी है. उनके हर श्वास में सेवा समाई हुई है. മനസ്സാ വാച കർമ്മണ, ഈ 3 പ്രകാരത്തിലും സേവ ചെയ്യുന്നവർ തന്നെയാണ് നിരന്തരം സേവാധാരി. അവരുടെ ഓരോ ശ്വാസത്തിലും സേവനം അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിനം മാസത്തിൻ്റെ 3rd സൺഡേ ആണ്. ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ ബാബയുടെ എല്ലാ കുട്ടികളും 6 മുതൽ 7:30 വരെ വിശേഷമായും മുഴുവൻ ലോകത്തിനും സകാശ് കൊടുക്കണം. അപ്പോൾ സൂചന ഇതാണ്, ആകാരി സ്വരൂപത്തിൻ്റെ സ്ഥിതിയിലിരുന്ന് ബാബ്ദാദയോടൊപ്പം തന്നെ ഉയർന്ന പ്രകാശത്തിൻ്റെ പർവ്വതത്തിൻ മുകളിൽ നിന്ന് മുഴുവൻ വിശ്വത്തിനും പവിത്രതയുടെ കിരണങ്ങൾ നൽകി പ്രകൃതി സഹിതം സർവ ആത്മാക്കളെയും സതോപ്രധാനമാക്കാനുള്ള സേവനം ചെയ്യുക. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.